ഹായ് ഓൾ. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്റ്റുഡൻസിന്റെയും ആദ്യ ഉത്തരം ടാലി എന്നായിരിക്കും. ഈ ടാലിയിൽ ഒരു TDS റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യും? എന്താണ് ഈ TDS? നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. സപ്പോസ് ഒരു ബിൽഡിംഗ് റെന്റിന് എടുത്തു എന്ന് വിചാരിക്കാം. റെന്റ് എമൗണ്ട് വരുന്നത് പെർ മന്ത് 30,000 ആണെന്ന് ഇമാജിൻ ചെയ്യാം. ഇവിടെ നമ്മൾ റെന്റ് എമൗണ്ട് 30,000 നേരെ ലാൻഡ് ലോഡിന് പേയ്മെന്റ് ചെയ്യുന്നതിന് പകരം അതിൽ നിന്നും ടാക്സ് കോമ്പോണന്റ് ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും പേ ചെയ്യേണ്ടത്. ഫോർ റെന്റ് സെക്ഷൻ 194I അനുസരിച്ച് 10% TDS, that is 3,000. അതായത് 30,000ന്റെ 10% TDS ആയി ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള 27,000 ആയിരിക്കും നമ്മൾ ലാൻഡ് ലോഡിന് പേ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ TDS റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ടാലിയിൽ എങ്ങനെ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും? ടാലിയിൽ ഇതിനായി നമ്മളുടെ കമ്പനിയിൽ ആദ്യം TDS എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി Alt K ക്ലിക്ക് ചെയ്ത് F11 ഫീച്ചേഴ്സിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നുള്ളത് എസ് ആക്കി കൊടുക്കാം. ഇനി TDSന്റെ നേച്ചർ ഓഫ് പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിന്റെ അണ്ടറിൽ നിന്ന് TDS നേച്ചർ ഓഫ് പേയ്മെന്റ് സെലക്ട് ചെയ്യാം. അവിടെ നേച്ചർ ഓഫ് പേയ്മെന്റിന്റെ നെയിം, അതേപോലെ പേയ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്ഷൻ, TDS റേറ്റ്, ത്രെഷ്ഹോൾഡ് ലിമിറ്റ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് വരിക. 3 ലെഡ്ജേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. പാർട്ടി ലെഡ്ജർ, എക്സ്പെൻസ് ലെഡ്ജർ, അതേപോലെ TDS റിലേറ്റഡ് ലെഡ്ജർ. ഫസ്റ്റ് നമുക്ക് പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ലെഡ്ജറിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അവിടെ പാർട്ടി ലെഡ്ജർ നെയിം, അക്കൗണ്ട് ടൈപ്പ്, ഡിഡക്റ്റീവ് ടൈപ്പ്, അതേപോലെ പാൻ നമ്പറും ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് എക്സ്പെൻസ് ലെഡ്ജർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെയും എക്സ്പെൻസ് ലെഡ്ജർ നെയിം, അക്കൗണ്ട് ടൈപ്പ്, അതേപോലെ TDS റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് TDS ആപ്ലിക്കബിലിറ്റി എസ് എന്ന് കൊടുക്കാം. ഇതിനോടൊപ്പം നേച്ചർ ഓഫ് പേയ്മെന്റ് ഏതാന്നുള്ളതും കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് TDS ലെഡ്ജർ ആണ്. ലെഡ്ജർ നെയിം, അക്കൗണ്ട് ടൈപ്പ്, ടാക്സ് ടൈപ്പ്, അതോടൊപ്പം TDS നേച്ചർ ഓഫ് പേയ്മെന്റും ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. TDS റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ പർച്ചേസ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യുക. ഇതിനു വേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. അവിടെ നിന്ന് പർച്ചേസ് വൗച്ചറിലേക്ക് വരിക. പർച്ചേസ് വൗച്ചറിൽ നമ്മൾ അക്കൗണ്ടിംഗ് ഇൻവോയ്സ് മോഡിൽ വേണം TDS റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാൻ. ഇതിനു വേണ്ടി Ctrl+H ചേഞ്ച് മോഡ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് അക്കൗണ്ടിംഗ് ഇൻവോയ്സ് മോഡിലേക്ക് വരാവുന്നതാണ്. അവിടെ പാർട്ടി അക്കൗണ്ട് നെയിം ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അതിന്റെ താഴെയായി എക്സ്പെൻസ് ലെഡ്ജർ സെലക്ട് ചെയ്യുക. എത്രയാണ് നമ്മളുടെ എക്സ്പെൻസ് എമൗണ്ട് വരുന്നത് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം TDS ലെഡ്ജർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഫില്ല് ചെയ്തോളും. അങ്ങനെ നമ്മൾ ഈ പർച്ചേസ് സേവ് ചെയ്ത് കഴിയുമ്പോൾ TDS ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ടിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും ടോട്ടൽ പേയബിൾ ആയിട്ട് വരിക. ഇനി നമുക്ക് പാർട്ടിക്ക് പേയ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കിയാലോ. അതിനുവേണ്ടി പേയ്മെന്റ് വൗച്ചറിലേക്ക് വരിക. ദെൻ പാർട്ടി ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോഡ് ഓഫ് പേയ്മെന്റ് എങ്ങനെയാണ്, ക്യാഷ് ഓർ ബാങ്ക് ആണോ എന്നുള്ളത് കൊടുക്കാം. അതിനോടൊപ്പം TDS പേയ്മെന്റ് കൂടി റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അതും പേയ്മെന്റ് വൗച്ചറിൽ തന്നെയാണ്. TDS ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോഡ് ഓഫ് പേയ്മെന്റ് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടാലിയിൽ TDS റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നിപ്പോ കണ്ടില്ലേ? See you on next video.